അഖിലിന്റെ മുഖമൊക്കെ ഇങ്ങനെ ഒഴിവാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓവർ എക്സ്പ്രഷൻ തൂറി എറിയും പോലെ തോന്നണേ. ബിഗ് ബോസിൽ പോയി വന്നെന്ന് പറഞ്ഞ ഒരു വിലയൊക്കെ ഉണ്ടായിരുന്നു. ഈ സിനിമ ഇറങ്ങിയതോടെ ആ വില അങ്ങ് ഇടിഞ്ഞു. അയ്യോ, നായികർ അഭിനയം കണ്ടു കഴിഞ്ഞാൽ പറയും സന്തോഷ് പണ്ഡിറ്റ് ഇതിനെക്കാട്ടി നല്ല രീതിയിൽ അഭിനയിക്കും. കോടികൾ കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ ഇത് സിനിമ ഒന്നല്ല, അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കും. അഖില് ഒരേ ഒഴിക്കാൻ ഒഴിവ് പോലെ ഒഴുകിക്കൊണ്ടിരിക്കണം. അത്രയ്ക്ക് ഭയങ്കര അഭിനയം. അഴിഞ്ഞടിയെന്നാ നാണ്ട ഞാൻ ഇളിയിൽ കെട്ടിയിരിക്കണ യാലസെടുത്ത് കെട്ടിക്കൊടുക്കുക അഭിനയം പഠിക്കാനായിട്ട്. എന്താ ഇത്? ബിഗ് ബോസിൽ പോയി വന്നെന്ന് പറഞ്ഞ ഒരു വിലയൊക്കെ ഉണ്ടായിരുന്നു. ഈ സിനിമ ഇറങ്ങിയതോടെ ആ വില അങ്ങ് ഇടിഞ്ഞു. കാര്യം ആരും പടങ്ങളില്ല, എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയായിരുന്നു. ഇത് എന്തോന്നൊരു സ്ക്രിപ്റ്റ്, എന്തൊരു സ്ക്രിപ്റ്റഡ് ഏത്, എന്തൊരു അഭിനയോടെ ഇത്. അയ്യോ, നായികയുടെ അഭിനയമാണ് പറയണത്. അയ്യോ, നായികർ അഭിനയം കണ്ടു കഴിഞ്ഞാൽ പറയും സന്തോഷ് പണ്ഡിറ്റ് ഇതിനെക്കാട്ടി നല്ല രീതിയിൽ അഭിനയിക്കും. അതിലെ നായികന്മാരെ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്തോന്നറിയാം, വെറും അഖിൽമാരെക്കാട്ടിലും താഴെയാ. അത് തന്നെ പറയാം, മുറ്റത്ത് ചെപ്പിന് അടപ്പില്ല. അതേ എനിക്ക് പറയാനുള്ളൂ അഖിൽമാരെ കുറിച്ച്. ക്ലൈമാക്സ് ആയപ്പോഴത്തേക്ക് ക്ലൈമാക്സ് എങ്ങനെയെങ്കിലും എത്തി തീരാം. ഞാൻ ക്ലൈമാക്സിൽ എല്ലാവരും സെന്റിമെന്റ്സ് ആ ഒരു സീക്വൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് അഖിലിന്റെ മുഖമൊക്കെ ഇങ്ങനെ ഒഴിവാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓവർ എക്സ്പ്രഷൻ തൂറി എറിയും പോലെ തോന്നണേ എനിക്ക്. അങ്ങനെയാണ് തോന്നിയത്. സിനിമ വലിയ കുഴപ്പമില്ല, പുതിയ ഡയറക്ടറും പുതിയ ആക്ടേഴ്സാണ്. അത് അവർക്ക് അതിനനുസരിച്ചുള്ള ഇതേ ഉള്ളൂ. ഇത് കോടികൾ കൊടുത്തുള്ള സിനിമ ഒന്നല്ല. അത് പുതിയ തലമുറയിലുള്ള ആൾക്കാർ പുതിയതായിട്ടാണ് വരുന്നത്, അവർക്ക് ഒരു ചാൻസ് അത്രയേ ഉള്ളൂ. അഖിൽമാരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത സിനിമയാണ്. വലിയ കുഴപ്പമില്ല. ഞാൻ അതല്ലേ പറഞ്ഞത്, പുതിയ ആൾക്കാർ അതേ രീതിക്ക് കണ്ടാൽ മതി. ഇത് കോടികൾ കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ ഇത് സിനിമ ഒന്നല്ല, അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, അത്രയേ പറയാനുള്ളൂ. ഓക്കെ.